മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിപ്പിച്ചവർ കുളിക്കണമെന്നുള്ളതാണ്. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ചവർ കുളിക്കണോ? അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മൻ ഗസ്സല മയ്യിതൻ ഫല്യഗ്തസിൽ, ആര് മയ്യത്ത് കുളിപ്പിച്ചുവോ അവനും കുളിക്കട്ടെ എന്നാണ്. മയ്യത്ത് കുളിപ്പിച്ചവനും കുളിക്കട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നത് ഈ ഹദീസ് ദഈഫാണ്, ദുർബലമാണ് എന്നാണ്. എന്നാൽ ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നുഗസ്സിലുൽ മയ്യിത ഫമിന്നാ മൻ യഗ്തസിൽ വമിന്നാ മൻ ലം യഗ്തസിൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കാറുണ്ടായിരുന്നു, എന്നാൽ വേറെ ചില ആൾക്കാർ കുളിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിച്ചിരുന്നവരുണ്ട്, കുളിക്കാത്തവരുണ്ട്. അപ്പം അതിന് നമുക്ക് എന്തായാലും ഒരു സംഗതി മനസ്സിലായി, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ കുളിക്കുക എന്നുള്ളത് എന്തല്ല, നിർബന്ധമായൊരു സംഗതിയല്ല. നിർബന്ധമായൊരു കാര്യമാണെങ്കിൽ സ്വഹാബിമാരെല്ലാവരും കുളിക്കുമായിരുന്നു. ഇനി ആരെങ്കിലും കുളിക്കാത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയും മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ നിർബന്ധമാണെന്നുള്ളത്. അപ്പോൾ കുളിക്കൽ നിർബന്ധമല്ല. ഇനി ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് അത് സുന്നത്ത് എന്ന നിലക്കുള്ള കൽപ്പനയാണ്. കുളിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് കുറ്റമൊന്നും കിട്ടൂല, എന്നാൽ കുളിക്കലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലക്ക് അഭിപ്രായം പറഞ്ഞത് നമുക്ക് കാണാം. അപ്പം അതാണ്, മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമല്ല, എന്നാൽ കുളിക്കുകയാണെങ്കിൽ നല്ല കാര്യം, നിർബന്ധമായിട്ടും കുളിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്.